കോഴ്സ് കോഡ് 2022 മാനുഫാക്ചറിങ് ടെക്നോളജിയിലെ മൊഡ്യൂൾ 3 വെൽഡിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് വെൽഡിംഗ്? വെൽഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ജോയിനിങ് സിമിലർ ഓർ ഡിസിമിലർ മെറ്റൽസ് by the application of heat with or without application of pressure and with or without the addition of filler metal. വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ മെറ്റീരിയലോ വ്യത്യസ്തമായ മെറ്റീരിയലുകളോ ഹീറ്റിൻ്റെ സഹായത്താൽ പ്രഷർ ഉപയോഗിച്ചോ പ്രഷർ ഉപയോഗിക്കാതെയോ ഫില്ലർ മെറ്റൽ ഉപയോഗിച്ചോ ഫില്ലർ മെറ്റൽ ഉപയോഗിക്കാതെയോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെൽഡിംഗ് എന്ന് പറയുന്നത്. വെൽഡിംഗ് രണ്ട് രൂപത്തിലുണ്ട്, രണ്ട് ടൈപ്പ്. 2 types of welding are there. The first one plastic welding, the second one fusion welding. What is plastic welding? Metals to be joined are to be heated to the plastic state and then forged together by external pressure without addition of filler metal. അതായത് മെറ്റലിനെ നമ്മൾ വെൽഡ് ചെയ്യേണ്ട മെറ്റീരിയലിനെ നമ്മൾ പ്ലാസ്റ്റിക് സ്റ്റേജിൽ ചൂടാക്കുകയും എക്സ്റ്റേണൽ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് ഫില്ലർ മെറ്റൽ ഇല്ലാതെ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലാസ്റ്റിക് വെൽഡിംഗ്. ഇത് നമ്മൾ ചെയ്യുന്നത് വെൽഡ് ചെയ്യേണ്ട രണ്ട് മെറ്റീരിയലുകളെ ചെയ്യേണ്ട ഭാഗം നന്നായി ചൂടാക്കിയതിന് ശേഷം ഹാമറോ അതേപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് നമ്മൾ സാധാരണയായിട്ട് ഈ വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് വെൽഡിംഗ് പ്രോസസ്സിന് ഉദാഹരണമാണ് ഫോർജ് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്. ഫ്യൂഷൻ വെൽഡിംഗ്, നോ പ്രഷർ ഈസ് ഇൻവോൾവ്ഡ് ബട്ട് എ വെരി ഹൈ ടെമ്പറേച്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ് in or near the joint. The metal at joint is heated to the molten state and allowed to solidify. A filler metal may be used during welding process. Oxy-acetylene welding, carbon arc welding തുടങ്ങിയ ഫ്യൂഷൻ വെൽഡിങ്ങിന് ഉദാഹരണമാണ്. അതായത് നമ്മൾ പ്രഷർ ഉപയോഗിക്കാതെ ഉയർന്ന ടെമ്പറേച്ചറിൽ ജോയിൻ ചെയ്യേണ്ട ഭാഗം മെൽട്ടാക്കി ആ മെൽട്ടായ ഭാഗം തണുക്കുമ്പോൾ ഈ രണ്ട് മെറ്റലിൻ്റെ ഭാഗങ്ങളും ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഗ്യാസ് വെൽഡിംഗ്, വെൽഡിംഗ് പ്രോസസ് ദാറ്റ് യൂസസ് എ ഫ്യൂവൽ ഗ്യാസ് കമ്പൈൻഡ് വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് എ ഫ്ലെയിം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫ്യൂഷൻ വെൽഡിംഗ് ആണ് നമ്മൾ ഈ പറയുന്ന ഗ്യാസ് വെൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഹീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫ്യൂവൽ ഗ്യാസും അത് കത്താൻ സഹായിക്കാൻ വേണ്ടി ഓക്സിജനും നമ്മൾ ഉപയോഗിക്കും. ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്, ഇറ്റ് ജോയിൻസ് മെറ്റൽസ് യൂസിങ് എ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഓഫ് ഓക്സിജൻ, എയർ ആൻഡ് ഫ്യൂവൽ. അപ്പോൾ അവിടെ നമ്മൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത് അസറ്റ്ലിൻ, ഹൈഡ്രജൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ തുടങ്ങിയ ഗ്യാസാണ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ട് ഗ്യാസ് ഉണ്ടാവും. ഒന്ന് ഫ്യൂവലിന് വേണ്ടിയിട്ടുള്ള ഗ്യാസും രണ്ട് കത്താൻ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസും. അപ്പോൾ ഗ്യാസ് വെൽഡിങ്ങിനെ സാധാരണയായിട്ട് 3 തരംതിരിച്ചിട്ടുണ്ട്. ഓക്സി അസറ്റ്ലിൻ വെൽഡിംഗ് ഗ്യാസ് വെൽഡിംഗ്, എയർ അസറ്റ്ലിൻ ഗ്യാസ് വെൽഡിംഗ്, ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് വെൽഡിംഗ്. ഓക്സി അസറ്റ്ലിൻ ഗ്യാസ് വെൽഡിങ്ങിൽ ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകവും അസറ്റ്ലിൻ ഫ്യൂവലുമാണ്. എയർ അസറ്റ്ലിൻ ഗ്യാസ് വെൽഡിങ്ങിൽ അസറ്റ്ലിൻ ഫ്യൂവലും എയർ കത്താൻ സഹായിക്കുന്ന ഗ്യാസുമാണ്. അതായത് എയറിലെ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടാണ് അസറ്റ്ലിൻ എന്ന് പറയുന്ന ഫ്യൂവല് ബേൺ ചെയ്യുന്നത്. മൂന്നാമത്തെ ഗ്യാസ് വെൽഡിങ് ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് വെൽഡിംഗ് ആണ്. ഓക്സിജൻ സിലിണ്ടറും ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകവും ഹൈഡ്രജൻ ഫ്യൂവലുമായിട്ടാണ് ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് വെൽഡിംഗ് നടക്കുന്നത്. ഗ്യാസ് വെൽഡിങ്ങിൽ ഓക്സി അസറ്റ്ലിൻ ഗ്യാസ് വെൽഡിംഗ്, ലിക്വിഡ് ഫ്യൂവൽ ഓർ ഗ്യാസ് സച്ച് ആസ് അസറ്റ്ലിൻ, ദ ഗ്യാസ് ഈസ് കമ്പൈൻഡ് വിത്ത് ഓക്സിജൻ ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലെയിം. അപ്പോൾ സാധാരണയായിട്ട് ഓക്സി അസറ്റ്ലിൻ വെൽഡിങ്ങിൽ ലിക്വിഡ് അസറ്റ്ലിനോ
അതല്ലെങ്കിൽ ഗ്യാസ് ഫോമിലോ അസറ്റ്ലിൻ ഉണ്ടാവുകയും അന്തരീക്ഷത്തിലെ ഓക്സിജനും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആണ് ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ വേണ്ട ഫ്ലെയിം ഉണ്ടാകുന്നത്. എയർ അസറ്റ്ലിൻ ഗ്യാസ് വെൽഡിംഗ് ലിക്വിഡ് ഫ്യൂവൽ ഓർ ഗ്യാസ് സച്ച് ആസ് അസറ്റ്ലിൻ ദ എയർ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഓക്സിജൻ. അപ്പോൾ ചില കേസുകളിൽ ഇവിടെ അസറ്റ്ലിൻ വെൽഡിങ്ങിൽ എയറിന് പകരം ഓക്സിജൻ ഉപയോഗിക്കും. അതല്ലെങ്കിൽ ഓക്സിജനോ എയറോ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഹൈഡ്രജൻ വെൽഡിങ്ങിൽ ലിക്വിഡ് ഹൈഡ്രജനാണ് നമ്മൾ അസറ്റ്ലിന് പകരം ഉപയോഗിക്കുന്നത്. ഗ്യാസായിട്ട് കത്താൻ സഹായിക്കുന്ന വാതകമായിട്ട് ഓക്സിജനും ഉപയോഗിക്കുന്നു. acetylene gas welding, in it joins the metal using the heat of combustion of oxygen and fuel gas acetylene. അത് പിന്നെ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ അസറ്റ്ലിൻ ബേൺ ചെയ്തിട്ടാണ് ഈ അസറ്റ്ലിൻ പ്രോസസ്സ് നടക്കുന്നത്. ഇത് ഒരു നടക്കുന്നത് ഒരു വെൽഡിംഗ് ടോർച്ച് ഉണ്ടാവും. വെൽഡിംഗ് ടോർച്ച് നമ്മളിപ്പോൾ സാധാരണയായിട്ട് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ LPG ഉപയോഗിച്ചിട്ട് കുക്കിംഗ് ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ ഒരു ഇതുണ്ടായിരിക്കും. ഒരു ഗ്യാസ് സിലിണ്ടറിൽ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്ലിൻ ഉണ്ടായിരിക്കും. അതിൽ നമ്മളൊരു ടോർച്ച് ഇഗ്നേറ്റ് ചെയ്യുകയും ആ ടോർച്ചിൽ ഓക്സിജനും അസറ്റ്ലിനും രണ്ടും കൂടെ മിക്സായിട്ട് വരികയും ആ ടോർച്ച് കത്തുമ്പോൾ ഏകദേശം 3200 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഉണ്ടാവുകയും മെറ്റലിൻ്റെ വെൽഡ് ചെയ്യേണ്ട ജോയിൻ്റ് ലിക്വിഡ് ഫോമിൽ ആയി, അതായത് മോൾട്ടൻ മെറ്റൽ ആവുകയും പിന്നീട് അതിനെ സോൾഡിഫൈ ചെയ്യുമ്പോൾ ആ മെറ്റൽ രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഇതിൽ നമുക്ക് ഈ അസറ്റ്ലിൻ ഗ്യാസ് വെൽഡിങ്ങിൽ, അതായത് മൊത്തം ഗ്യാസ് വെൽഡിങ്ങിൽ ഗ്യാസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് 2 കൺട്രോൾ വാൾവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ കൺട്രോൾ വാൾവിൻ്റെ സഹായത്താൽ നമ്മൾ അസറ്റ്ലിനും ഓക്സിജനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതാണ് ഒരു ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ഫിഗർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു റെഡ് കളറിലുള്ള ഒരു സിലിണ്ടറും ബ്ലാക്ക് കളറിലുള്ള ഒരു സിലിണ്ടറും കാണാം. റെഡ് കളറിലുള്ള സിലിണ്ടറും അസറ്റ്ലിൻ, അതായത് ഫ്യുവലും, ബ്ലാക്ക് കളറിലുള്ള സിലിണ്ടർ ഓക്സിജനുമായിരിക്കും. അപ്പോൾ അതിന് കണക്ട് ചെയ്ത് വരുന്ന ഓസും എങ്ങനെയായിരിക്കും? കണക്ട് ചെയ്ത് വരുന്ന ഓസ് ആ സിലിണ്ടറിൻ്റെ കളർ എന്താണോ അതന്നെ ആയിരിക്കും. ഉദാഹരണമായിട്ട് അസറ്റ്ലിൻ്റെ സിലിണ്ടർ റെഡ് ആയതുകൊണ്ട് ഓസും റെഡായിരിക്കും. അതിന് കൺട്രോൾ ചെയ്യുന്ന നോബും അല്ലെങ്കിൽ വാൾവും എന്തായിരിക്കും? അതേ കളറിനായിരിക്കും. അതേമാതിരി തന്നെ ബ്ലാക്ക് കളറിലുള്ള ഓക്സിജൻ്റെ സിലിണ്ടറും ബ്ലാക്ക് കളറിലുള്ള ഓസും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള വാൾവും ബ്ലാക്ക്, ചില സമയത്ത് അത് ബ്ലൂ കളറും കൊടുക്കാറുണ്ട്. ഓരോ സിലിണ്ടറിലും 2 പ്രഷർ ഗേജുകൾ കാണാം. അതിൽ ഒരു ഗേജ് പ്രഷർ ഗേജും രണ്ടാമത്തെ ഗേജ് അതിൻ്റെ കപ്പാസിറ്റി എത്രമാത്രം ഫ്യുവൽ ഉണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഒരു പ്രഷർ വാൾവും മറ്റത് കപ്പാസിറ്റി മെഷർ ചെയ്യാനുള്ള ഗേജുമാണ്. 2 ഗേജ് കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് പ്രഷർ ഗേജും 2 കപ്പാസിറ്റി മെഷർ ചെയ്യാനുള്ള ഗേജും. അങ്ങനെ 2 ഗേജ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ രൂപം. ഇടതുവശത്ത് കാണുന്നത് ആ സിലിണ്ടറിൻ്റെ മുകളിലുള്ള വാൾവിൻ്റെ ഫിറ്റിങ്സ് വലുതാക്കി കാണിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു ടോർച്ച് ഉണ്ടാവും. ടോർച്ചിൽ ആ 2 റെഡും ബ്ലാക്കും അല്ലെങ്കിൽ റെഡും ബ്ലൂവും നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്യൂവലിൻ്റെയും ഓക്സിജൻ്റെയും കൺട്രോള് അഡ്ജസ്റ്റ് ചെയ്യുകയും നമുക്ക് ഫ്ലെയിമിനെ ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇതാണ് ഒരു വെൽഡിങ് ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത്, ശരിയായുള്ള ചിത്രം കൊടുത്തിരിക്കുന്നത്. ഗ്യാസ് വെൽഡിങ്ങിൽ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളുണ്ട് എന്നുള്ള കാണിക്കുന്ന ഫിഗറാണുള്ളത്. നമ്മൾക്ക് ഉള്ളത് പ്രഷർ ഗേജുകൾ, സിലിണ്ടർ, ഗ്യാസ് ഹോസസ്, വെൽഡിങ് ടോർച്ച്, അതേമാതിരി ടോർച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബുകൾ, വെൽഡിങ് ഗ്യാസ് വെൽഡിംഗ്
ഫ്ലെയിമുകൾ 3 തരത്തിലുള്ള ഗ്യാസ് വെൽഡിംഗ് ഫ്ലെയിമുകളാണ് സാധാരണയായിട്ട് നിലവിലുള്ളത്. അതിൽ നമുക്ക് നോക്കാം. ആദ്യത്തെ ഫ്ലെയിമിൻ്റെ പേര് ന്യൂട്രൽ ഫ്ലെയിം എന്നാണ്. വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത്, ഗ്യാസ് വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ഒരു പുറത്ത് ഒരു ഔട്ടർ എൻവലപ്പും ഒരു ഇന്നർ ആയിട്ടുള്ള ഒരു ഇന്നർ കോറും ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ ന്യൂട്രൽ ഫ്ലെയിമിൽ നമുക്ക് പുറത്ത് കാണുന്ന ബ്ലൂ കളറിലുള്ളത് ഔട്ടർ എൻവലപ്പ് വരുന്ന ഫ്ലെയിമും ഉള്ളിൽ വരുന്ന ഒരു യെല്ലോ കളറിൽ കാണുന്ന നമുക്കതിനെ നമ്മൾ ഇന്നർ കോർ എന്ന് പറയും. ഇപ്പോൾ ന്യൂട്രൽ ഫ്ലെയിം എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ ഓക്സിജനും അസറ്റിനും തുല്യമായ റേഷ്യോയിൽ 1:1 എന്ന റേഷ്യോയിൽ വരുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഈ ന്യൂട്രൽ ഫ്ലെയിം കിട്ടുന്നത്. ഇതിനെ നമ്മൾ ബാലൻസ് ഫ്ലെയിം എന്നും വിളിക്കാറുണ്ട്. ഇത് സാധാരണയായിട്ട് മൈൽഡ് സ്റ്റീല്, സ്റ്റെയിൻലെസ് സ്റ്റീല് തുടങ്ങിയിട്ടുള്ള മെറ്റീരിയലുകൾ ഗ്യാസ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫ്ലെയിം ഉണ്ടാക്കുന്നത്. ഈ ഫ്ലെയിം കിട്ടാൻ വേണ്ടി നമ്മൾ കൃത്യമായി ഇതിൻ്റെ റെഗുലേറ്റർ, അതായത് ഗ്യാസിൻ്റെയും ഫ്യൂവലിൻ്റെയും വാൾവുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ന്യൂട്രൽ ഫ്ലെയിം ആവുക എന്ന് പറഞ്ഞാൽ ഈ ഫ്ലെയിമിൻ്റെ ഒരു ഫ്ലെയിം കണ്ടിട്ടാണ് ഇതേമാതിരിയുള്ള ഒരു ഫ്ലെയിം ആവുമ്പോഴാണ് ന്യൂട്രൽ ഫ്ലെയിം ആവുക. അപ്പോൾ നമുക്ക് 1:1 എന്നുള്ള ഗേജിലോ മറ്റു രീതിയിലോ അറിയാൻ പറ്റില്ല. നമ്മൾ നോബ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഫ്ലെയിം വന്നാൽ അത് ന്യൂട്രൽ ഫ്ലെയിം ആണെന്ന് ഓപ്പറേറ്റർക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഗ്യാസ് വെൽഡിംഗ് ഫ്ലെയിമിൻ്റെ പേരാണ് കാർബറൈസിങ് ഫ്ലെയിം. ഇതിന് റെഡ്യൂസിങ് ഫ്ലെയിം എന്നും പേരുണ്ട്. അതിൽ നമുക്ക് വരുന്ന ഔട്ടർ എൻവലപ്പ്, പിന്നെ കാണുന്ന റെഡ് കളറിൽ വരുന്ന ഭാഗം അസറ്റ്ലിൻ്റെ ഒരു ഫ്ലെയിമും, അസറ്റ്ലിൻ എന്ന് പറയുന്ന അസറ്റ്ലിൻ ഫെദർ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഫ്ലെയിമും, പിന്നെ വരുന്നത് ഈ ഒരു ഇന്നർ കോറുമാണ്. ഇതിൽ ഇന്നർ കോറാണ് ഏറ്റവും ബ്രൈറ്റായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇതിൽ അസറ്റ്ലിൻ്റെ അളവ് കൂടുതലായിരിക്കും. അസറ്റ്ലിൻ എന്ന് പറഞ്ഞാൽ ഫ്യൂവലിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇതിൽ 3 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു ഇന്നർ കോറും, ഒരു അസറ്റ്ലിൻ ഫെദറും, ഒരു ഔട്ടർ എൻവലപ്പ്, അങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഔട്ടർ ആയിട്ട് വരുന്ന കോണ്, അതായത് ഏറ്റവും പുറത്ത് വരുന്ന ഭാഗം നമുക്ക് ഒരു ബ്ലൂയിഷ് കളറിൽ ആയിരിക്കും ഉണ്ടാവുക. ഇത് ഹൈ കാർബൺ സ്റ്റീല്, കാസ്റ്റ് അയൺ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയലുകൾ ഗ്യാസ് വെൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഒരു ടൈപ്പ് പിന്നെ ഫ്ലെയിമിൻ്റെ പേര് ഓക്സിഡൈസിങ് ഫ്ലെയിം എന്നാണ്. ഇവിടെ എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ എയർ ആണ് സപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ കത്താൻ സഹായിക്കുന്ന വാതകം, അപ്പോൾ അവിടെ കത്താൻ സഹായിക്കുന്ന വാതകം കൂടുതലും ഫ്യൂവൽ കുറവുമായിട്ട് വരുന്ന രീതിയിലുള്ള ഫ്ലെയിമിനെ നമ്മൾ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയും. അവിടെ നമുക്ക് മനസ്സിലാവാം വളരെ ഇന്നർ കോറ്, പിന്നെ നമുക്ക് പിന്നെ ഒരു റെഡ് കളറിൽ ഉള്ള ഭാഗമായിരിക്കും. അതേമാതിരി തന്നെ ഔട്ടർ കോറും നമുക്ക് അതിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഓക്സിജൻ്റെ അളവ് കൂടുതലാണെന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ ഇതിൻ്റെ വരുന്ന ഫ്ലെയിം നമുക്ക് വളരെ ഷാർപ്പായിട്ട് വരുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. കോപ്പർ, സിങ്ക് തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽ ഗ്യാസ് വെൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലെയിം ഉപയോഗിക്കുന്നത്. എക്സാമിനേഷന് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിങ് ഫ്ലെയിംസ്, ഗ്യാസ് വെൽഡിങ് ഫ്ലെയിംസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് അധികവും 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 7 മാർക്കിൻ്റെ വരെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതേപോലെ ഫിഗർ വരച്ച് നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. സെമിസ്റ്റർ 2 കോഴ്സ് കോഡ് 2022
മാനുഫാക്ചറിങ് ടെക്നോളജിയിലെ മൊഡ്യൂൾ 3-ൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ആർക്ക് വെൽഡിംഗ് is the process. It is the method of fusion welding in which the metals at the joint is heated to molten state by an electric arc. ഒരു ഇലക്ട്രിക് ആർക്കിൻ്റെ സഹായത്താൽ ജോയിൻ ചെയ്യേണ്ട മെറ്റലിൻ്റെ ആ ജോയിൻ ചെയ്യുന്ന ഭാഗം ലിക്വിഡ് ഫോമിലേക്ക് ആക്കിയിട്ട് ആണ് ഈ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ആർക്ക് കോളം ഈസ് ജനറേറ്റഡ് ബിറ്റ്വീൻ ആൻ ആനോഡ് ആൻഡ് കാഥോഡ്. അവിടെ ഒരു ആനോഡ് എന്ന് പറയുന്ന ഒരു ഭാഗവും കാഥോഡ് എന്ന് പറയുന്ന ഭാഗവും ഉണ്ട്. ആനോഡ് എന്ന് പറയുന്ന ഭാഗം ഇലക്ട്രോഡായിട്ടും കാഥോഡ് എന്ന് പറയുന്ന ഭാഗം വർക്ക് പീസിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും. സാധാരണഗതിയിൽ ഈ ഇതിൻ്റെ ആർക്ക് വെൽഡിങ് ചെയ്യുന്ന ആർക്കിൻ്റെ ടെമ്പറേച്ചർ വെൽഡ് ചെയ്യുന്ന വെൽഡിങ് സോണിൽ 6000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു 7000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള ടെമ്പറേച്ചർ ഉണ്ടാകാറുണ്ട്. അത്രയും ടെമ്പറേച്ചർ ഉണ്ടായാൽ മാത്രമേ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ആ ഒരു മെറ്റൽ ലിക്വിഡ് ഫോമിലേക്ക് മോൾട്ടൻ മെറ്റലായിട്ട് മാറുകയുള്ളൂ. ഇലക്ട്രോഡുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ആർക്ക് വെൽഡിങ്ങിൽ ഇലക്ട്രോഡുകൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ കൺസ്യൂമബിൾ ഇലക്ട്രോഡും നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡുകളും ഉണ്ട്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് നമുക്ക് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് കൺസ്യൂം ചെയ്യില്ല. അതായത് നമുക്ക് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഡ് നമുക്ക് നശിച്ചു പോകുന്നില്ല. അപ്പോൾ കാർബൺ, ഗ്രാഫൈറ്റ്, ടങ്സ്റ്റൺ തുടങ്ങിയവയാണ് നമ്മൾ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത്. കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് സാധാരണയായിട്ട് സാധാരണ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഡ് കത്തിപ്പോകും. അതായത് വെൽഡിംഗ് റോഡ് കത്തിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കത്തിപ്പോകുന്നതിനനുസരിച്ച് ഇലക്ട്രോഡ് നമുക്ക് വീണ്ടും നമുക്ക് മാറ്റി ഉപയോഗിക്കുകയോ അതിനനുസരിച്ച് ഇലക്ട്രോഡ് കൺസ്യൂം ചെയ്യുകയോ ചെയ്യും. സാധാരണയായിട്ട് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് വെൽഡിങ് സ്റ്റീലാണ് നമ്മൾ കൺസ്യൂമബിൾ ഇലക്ട്രോഡിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരാറുള്ളത്. ഈ ഇലക്ട്രോഡുകൾ കോട്ട് ചെയ്തതോ കോട്ട് ചെയ്യാത്തതോ ആയ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഉണ്ട്. കോട്ട് ചെയ്യുന്ന അതിനെ നമ്മൾ കോട്ട് ചെയ്ത ഭാഗത്തിനെ ഫ്ലക്സ് എന്ന് പറയും. അതല്ലാത്ത ഫ്ലക്സ് ഇല്ലാത്ത, അതായത് കോട്ട് ചെയ്യാത്ത ഇലക്ട്രോഡിനെ നമ്മൾ വയർ ഇലക്ട്രോഡ് എന്നും വിളിക്കാറുണ്ട്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ആർക്ക് വെൽഡിംഗ്? പ്രിൻസിപ്പിൾ ഓഫ് ആർക്ക് വെൽഡിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാ തവണയും ചോദിക്കാറുണ്ട്. ഒരു ആർക്ക് വെൽഡിങ്ങിൻ്റെ പ്രിൻസിപ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചിത്രം വരയ്ക്കണം. ഇതിനെക്കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതണം. നമുക്ക് സാധാരണ വെൽഡിംഗ് ഷോപ്പിൽ ഉപയോഗിക്കുന്ന വെൽഡിങ്ങിൻ്റെ രീതിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വെൽഡിംഗ് ട്രാൻസ്ഫോർമർ ഉണ്ടായിരിക്കും. അത് AC-യോ DC-യോ ആയിരിക്കും. അതിന് 2 ടെർമിനൽ പോയിട്ടുണ്ടാവും. അതിൽ ആദ്യത്തെ ടെർമിനൽ ഇലക്ട്രോഡിലേക്ക് കൊടുത്തുള്ള ടെർമിനൽ ആനോഡ് അല്ലെങ്കിൽ പോസിറ്റീവും, വർക്കിലേക്ക് കണക്ട് ചെയ്തുള്ള ടെർമിനൽ അതല്ലെങ്കിൽ ആ ഭാഗം എർത്ത് അല്ലെങ്കിൽ നെഗറ്റീവോ അല്ലെങ്കിൽ കാഥോഡ് എന്ന് പറയുന്ന ഭാഗവുമാണ്. അപ്പോൾ വെൽഡിംഗ് മെഷീൻ ഉണ്ടായിരിക്കും. അതിൽ AC ഉണ്ടാവും. അതിന് കേബിൾ പോയിട്ടുണ്ട്. അതുകൂടാതെ ഇലക്ട്രോഡ് പിടിപ്പിക്കാൻ വേണ്ടി ഇലക്ട്രോഡ് ഹോൾഡർ ഉണ്ടാവും. വർക്ക് പീസ് ഉണ്ടാവും. വർക്ക് പീസിലേക്ക് ഇലക്ട്രോഡ് മുട്ടുന്ന സമയത്ത് അവിടെ ഒരു ആർക്ക് ജനറേറ്റ് ചെയ്യുകയും ആ ആർക്ക് ഏകദേശം ഒരു 6000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു 7000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ഹീറ്റ് ഉണ്ടാക്കുകയും ആ ഭാഗം വളരെ പെട്ടെന്ന് തന്നെ മെൽട്ടാവുകയും ആ മെൽറ്റ് ചെയ്ത ഭാഗം സോൾഡിഫൈ ചെയ്യുമ്പോൾ വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ആർക്ക് വെൽഡിംഗ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വായിക്കാം. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ആർക്ക് വെൽഡിംഗ്? ആർക്ക് വെൽഡിംഗ് ഈസ് ദ വെൽഡിംഗ് പ്രോസസ് ഇൻ വിച്ച് ദ ഹീറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ആൻ ഇലക്ട്രിക് ആർക്ക് സ്ട്രക്ക് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ആൻഡ് ദ വർക്ക് പീസ്. വർക്ക് പീസിനും ഇലക്ട്രോഡിനും ഇടയിൽ ഒരു ഇലക്ട്രിക് ആർക്ക് ഉണ്ടായിട്ട് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ടാണ് വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇലക്ട്രിക് ആർക്ക് ഈസ് ലൂമിനസ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ് ത്രൂ അയനൈസ്ഡ് ഗ്യാസ്. അപ്പോൾ ഇലക്ട്രിക് ആർക്ക് ഉണ്ടാകുന്നത് ഇലക്ട്രിക് ഡിസ്ചാർജ് നടന്നിട്ടാണ് 2 ഇലക്ട്രോഡുകളും
ഇടയിൽ ഒരു അയണൈസ്ഡ് ഗ്യാസ് ആ ഒരു പ്രോസസ്സിൽ കൂടെയാണ് ഇലക്ട്രിക് ആർക്ക് എന്ന് പറയുന്ന പ്രോസസ്സ് ഇലക്ട്രിക് ആർക്ക് ഉണ്ടാകുന്നത്. എനി ആർക്ക് വെൽഡിംഗ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇലക്ട്രിക് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് പാർട്സ്. ഒരു ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിൽ താഴെ പറയുന്ന പാർട്സുകൾ ഉണ്ടാവും. പവർ സപ്ലൈക്ക് വേണ്ടി ഒരു ജനറേറ്റർ, ദാറ്റ് ഈസ് അത് AC-യോ DC-യോ ആയിരിക്കും. ഒരു വെൽഡിംഗ് ഇലക്ട്രോഡ്, വർക്ക് പീസ്, വെൽഡിംഗ് പിടിപ്പിക്കാൻ വെൽഡിലേക്ക് ട്രാൻസ്ഫോർമറും ഇലക്ട്രോഡിലേക്കും അതേമാതിരി വർക്ക് പീസിലേക്കും കണക്ട് ചെയ്യാൻ വേണ്ട ഇലക്ട്രിക്കൽ കേബിളുകൾ, ഇലക്ട്രോഡ്, വർക്ക് പീസ്, പവർ സപ്ലൈ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ആർക്ക് വെൽഡിങ്ങിന് വേണ്ട കാര്യങ്ങൾ. ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പറഞ്ഞാൽ സാധാരണ നമ്മളുടെ വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വെൽഡിങ്ങിനെയാണ് നമ്മൾ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയും. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഹീറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ആൻ ഇലക്ട്രിക് ആർക്ക് ബിറ്റ്വീൻ ദ ബേസ് മെറ്റൽ ആൻഡ് ദ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ആർക്ക് വെൽഡിങ്ങിൽ പറഞ്ഞ അതേ സാധനം തന്നെ. അപ്പോൾ ഇലക്ട്രിക് ആർക്ക് ഉണ്ടാകുന്നത് ബേസ് മെറ്റൽ, വെൽഡ് ചെയ്യാനുള്ള മെറ്റലിൻ്റെയും കൺസ്യൂമബിൾ ഇലക്ട്രോഡിൻ്റെയും ഇടയ്ക്ക് ഒരു ഇലക്ട്രിക് ആർക്ക് കൊടുക്കുമ്പോഴാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഇൻ ദിസ് പ്രോസസ് ഇലക്ട്രോഡ് മൂവ്മെൻറ്റ് ഈസ് മാനുവലി കൺട്രോൾഡ്, ഹെൻസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ്. അപ്പോൾ ഇതിൽ വെൽഡ് ചെയ്യുന്ന ഇലക്ട്രോഡ് കൺട്രോൾ ചെയ്യുന്നത് മാനുവലായിട്ടാണ്, അത് നമ്മൾ തന്നെ കറക്റ്റ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇതിനെ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്നും വിളിക്കാറുണ്ട്. ഇൻ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് the projection of weld pool is provided by covering a slag formed over the surface of weld pool or molten metal inactive gases generated through the thermal decomposition of the flux cooling materials on the electrode. അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ ഷീൽഡ് മെറ്റൽ ഇലക്ട്രോഡിൽ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലെ മറ്റു വാതകങ്ങളായിട്ട് വെൽഡിംഗ് സോണ്, വെൽഡ് ചെയ്യുന്ന ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിന് കോട്ടിങ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഫ്ലക്സ് ഇലക്ട്രോഡിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ഫ്ലക്സ് കൂടെ വെൽഡ് ചെയ്യുന്ന സമയത്ത് കത്തുകയും അവിടുന്ന് ഉണ്ടാകുന്ന ഗ്യാസ് നമ്മൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന തെർമൽ ഡീകമ്പോസിഷനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു ജനറലായിട്ട് പറയാനുള്ള കാര്യം. ഇൻ ദിസ് പ്രോസസ് ക്യാൻ ബി യൂസ് ബോത്ത് AC ആൻഡ് DC. AC-യും DC-യും ഈ പറയുന്ന പ്രോസസ്സിൽ ഉപയോഗിക്കാറുണ്ട്. ദ കോൺസ്റ്റൻറ്റ് കറൻറ്റ് DC പവർ സോഴ്സ് ഈസ് ഇൻവേരിയബിളി യൂസ്ഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ് ഇൻ റെസ്പെക്റ്റീവ് ഓഫ് ബേസ് മെറ്റൽ. ഇവിടെ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് കറൻറ്റ് നമ്മൾ ഈ പ്രോസസ്സിൽ നമ്മൾ കൊടുക്കാറുണ്ട്. AC can be unsuitable for certain type of electrode and base material. ചില പ്രത്യേക മെറ്റീരിയലുകൾക്ക് നമുക്ക് AC സൂട്ടബിൾ ആകാറില്ല. അപ്പോൾ ഇവിടെ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് നോർമലി യൂസസ് കോൺസ്റ്റൻറ്റ് കറൻറ്റ് ടൈപ്പ് ഓഫ് പവർ സോഴ്സ് വിത്ത് ദ വെൽഡിംഗ് കറൻറ്റ് 50 to 600 ആംപിയർ ആൻഡ് വോൾട്ടേജ് ഓഫ് 20 to 80 വോൾട്ട്. സാധാരണയായിട്ട് 50 മുതൽ 600 വരെ ആംപിയർ കറൻറ്റും അതേമാതിരി തന്നെ 20 മുതൽ 80 വരെ വോൾട്ടേജുമാണ് സാധാരണയായിട്ട് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ കൊടുക്കുന്ന കറൻറ്റിൻ്റെ ആ ഒരു സോഴ്സ്. വെൽഡിംഗ് കറൻറ്റ് ആംപിയർ ഈസ് ജനറലി സെലക്റ്റഡ് റേഞ്ച് ഓഫ് 40 to 60 ടൈംസ് ഓഫ് ഇലക്ട്രോഡ് ഡയമീറ്റർ. അപ്പോൾ സാധാരണയായിട്ട് വെൽഡിങ്ങിൻ്റെ ആംപിയർ സെലക്ട് ചെയ്യാനുള്ള ഒരു ജനറൽ ഫോർമുല നമ്മളുടെ ഇലക്ട്രോഡിൻ്റെ ഡയമീറ്ററിൻ്റെ 40 മുതൽ 60 വരെ 40 to 60 വരെയുള്ള ടൈംസ് ഡയമീറ്ററിൻ്റെ അളവ് വെച്ചിട്ടാണ് ഏകദേശം ഒരു വെൽഡിംഗ് കറൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതാണ് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു ഫിഗർ. ഇവിടെ നമുക്ക് മറ്റേ ആദ്യം തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ആർക്ക് വെൽഡിങ്ങിൻ്റെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ്. ഒരു പവർ സോഴ്സ് ഉണ്ടാവും, അവിടെ ആനോഡ് എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് പറയുന്ന ഭാഗം ഇലക്ട്രോഡിലേക്ക് കൊടുത്തിട്ടുണ്ടാവും, നെഗറ്റീവ് അല്ലെങ്കിൽ
കാഥോഡ് എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ എർത്ത് എന്ന് പറയുന്ന ഭാഗം വർക്ക് പീസിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ വർക്ക് പീസും ഇലക്ട്രോഡും തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ചെറിയ ഒരു ആ ഒരു ഭാഗത്താണ് ഒരു ചെറിയ ഒരു ഗ്യാപ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു ആർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോഡ് നമ്മൾ കോട്ടിംഗ് ഉള്ള ഇലക്ട്രോഡാണ് സാധാരണയായിട്ട് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്നത്. മാനുവലായിട്ട് വേണം ഇലക്ട്രോഡ് കൺട്രോൾ ചെയ്യാൻ. വെൽഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മോൾട്ടൻ മെറ്റൽ, അതായത് ഇലക്ട്രോഡും മെൽട്ടാവും വർക്ക് പീസും മെൽട്ടാവും. അങ്ങനെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഭാഗം അവിടെ ഉണ്ടാവുകയും ആ ഭാഗം സോൾഡിഫൈ ചെയ്യുമ്പോഴാണ് വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഈ വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഫ്ലക്സ് ആണ് ഒരു ഗ്യാസ്, പ്രൊട്ടക്റ്റിംഗ് ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നത്. പ്രൊട്ടക്റ്റിംഗ് ഗ്യാസ് അന്തരീക്ഷത്തിലുള്ള മറ്റ് ഗ്യാസുകളായിട്ട് ഇതിനെ വെൽഡിൻ്റെ ചെയ്യുന്ന ഭാഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റിംഗ് ഗ്യാസ് അല്ലെങ്കിൽ ഫ്ലക്സിൻ്റെ ആ ഒരു ഉപയോഗം. ഗ്യാസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫ്ലക്സിൻ്റെ ഫങ്ഷൻ. അടുത്ത ഒരു വെൽഡിംഗ് ആണ് ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്, ടിഗ് വെൽഡിംഗ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ടിഗ് വെൽഡിംഗ്, ദ ടിഗ് സ്റ്റാൻഡ്സ് ഫോർ ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്. ടിഗ് എന്ന് പറയുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്ത് പറയുമ്പോൾ ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള വേർഡാണ്. It is a welding process in which heat is produced by an electric arc ignited between the base metal and the non-consumable tungsten electrode. മറ്റ് വെൽഡിംഗ് ചെയ്യുന്ന പോലെ തന്നെ ഇലക്ട്രോഡും വർക്ക് പീസിൻ്റെ ഇടയിലും ഒരു ഇലക്ട്രിക് ആർക്ക് ഉണ്ടാവുകയും ആ ഇലക്ട്രിക് ആർക്കിൻ്റെ സഹായത്താലാണ് വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇവിടെ ടങ്സ്റ്റൺ എന്ന് പറയുന്ന ടങ്സ്റ്റൺ ആണ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത്. ടങ്സ്റ്റൺ ഉയർന്ന മെൽറ്റിംഗ് ടെമ്പറേച്ചറുള്ള മെറ്റീരിയലാണ്. ഇത് ഒരു നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്. നോൺ കൺസ്യൂമബിൾ പറഞ്ഞാൽ ഇലക്ട്രോഡ് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് മാറ്റി ഉപയോഗിക്കേണ്ടതില്ല. ഇലക്ട്രോഡ് നോൺ കൺസ്യൂമബിൾ ആണ്. ടിഗ് വെൽഡിംഗ് യൂസസ് എ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് because tungsten has a high melting point. When we TIG weld electrode get hot but it does not melt. TIG weld ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഡ് മെൽട്ട് ആവില്ല. So we say that is a non-consumable electrode. The non-consumable electrode does not means that it lasts forever. That just means it does not melt and become the part of the weld. ഇത് ഇലക്ട്രോഡ് എല്ലാ കാലത്തും നിലനിൽക്കുന്നുള്ളതിൻ്റെ അർത്ഥം ഒരു സർവീസ് പീരീഡ് ഉണ്ട്. ആ സർവീസ് പീരീഡ് വരെ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇത് മെൽട്ടാവില്ല. എങ്കിലും ഒരു സർവീസ് പീരീഡ് ഉണ്ട്. ആ സർവീസ് പീരീഡ് കഴിയുന്ന സമയത്ത് ഈ ഇലക്ട്രോഡ് മാറ്റി കൊടുക്കേണ്ടി വരും. എങ്കിലും വളരെ കാലം ഈ ഇലക്ട്രോഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഡ് കൺസ്യൂം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ കൺസ്യൂമബിൾ വെൽഡിംഗ് പ്രോസസ്സാണ്. ഇതാണ് നമുക്ക് വെൽഡിങ്ങിൻ്റെ ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ഒരു ഫിഗറുള്ളത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇനർട്ട് ഗ്യാസും അതേപോലെ തന്നെ ഒരു ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉള്ള ഒരു ഭാഗത്തേക്ക്, അത് നമ്മളൊരു ടോർച്ച് എന്ന് പറയാം, ടോർച്ചിലേക്ക് നമ്മൾ ഈ ഇനർട്ട് ഗ്യാസും അതേമാതിരി ഇലക്ട്രിക് പവറും കൊടുക്കുന്ന സമയത്ത് വർക്കിലേക്ക് ഇലക്ട്രോഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് മുട്ടുന്ന സമയത്ത് അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവുകയും അവിടെ നമുക്ക് ഉയർന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുകയും നമുക്ക് അവിടെ വെൽഡിങ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സിൽ അഡീഷണൽ ഫില്ലർ റോഡ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അഡീഷണൽ ഫില്ലർ റോഡ് ഉപയോഗിക്കേണ്ടി വരും നമുക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു
എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനർട്ട് ഗ്യാസ് വേണം. ഇനർട്ട് ഗ്യാസ് നമുക്ക് കൺട്രോൾ ചെയ്ത് ഈ പിന്നെ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് വരുന്ന ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ടോർച്ച് എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കാറ്. ആ ഒരു ഭാഗത്തേക്ക് ഇനർട്ട് ഗ്യാസും അതേമാതിരി സപ്ലൈയും കൊടുക്കുന്ന സമയത്ത് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് വർക്കിലേക്ക് മുട്ടിക്കുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ആർക്ക് ഉണ്ടാവുകയും ഈ ഇനർട്ട് ഗ്യാസ് നമ്മളൊരു ഷീൽഡിങ് ഗ്യാസായിട്ട് അവിടെ ആക്ട് ചെയ്യും. ഫില്ലർ റോഡ് ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫില്ലർ റോഡ് ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ദ വെൽഡ് പൂൾ ഈസ് ഷീൽഡ് ബൈ ഇനർട്ട് ഗ്യാസ്. ഇനർട്ട് ഗ്യാസുകൾ സാധാരണയായിട്ട് ഹീലിയം, ആർഗൺ, നൈട്രജൻ എന്നിവ ഉപയോഗിക്കാറുണ്ട്. ഈ ഇനർട്ട് ഗ്യാസ് വിച്ച് ഈസ് പ്രൊട്ടക്റ്റഡ് ടു ദ മോൾട്ടൺ മെറ്റൽ ഫ്രം ദ അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ. അന്തരീക്ഷത്തിലെ കണ്ടാമിനേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനർട്ട് ഗ്യാസിൻ്റെ ഫങ്ഷൻ. ഫോർ മോസ്റ്റ് മെറ്റൽ ദ കറണ്ട് ഈസ് ഡയറക്റ്റ് കറണ്ട് ഓർ ഡി സി. അധികവും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഡി സി കറണ്ടാണ് ഈ ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദ ഹീറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ദ ആർക്ക് മെൽറ്റ് ദ വർക്ക് പീസ് എഡ്ജസ് ആൻഡ് ജോയിൻ ദ. ഹീറ്റ് വെൽഡിംഗ് ടോർച്ച് വർക്കിലേക്ക് മുട്ടിക്കുമ്പോൾ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയും രണ്ട് പീസ് കൂടി സോൾഡിഫൈ ചെയ്യുമ്പോൾ വെൽഡ് ജോയിൻ ആവുകയും ചെയ്യുന്നു. ഇൻ ടിഗ് വെൽഡിംഗ് യു ക്യാൻ കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ബൈ പ്രസ്സിംഗ് എ ഫുട്ട് ഓർ പെഡൽ ഓർ തം വീൽ ഓഫ് ദ ടോർച്ച്. നമുക്ക് ഇതിൻ്റെ ഹീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വീട്ടിലെ കുക്കിംഗ് ഗ്യാസ് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്ന മാതിരി നമുക്കിതിൻ്റെ ഹീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പല രീതിയിൽ ഇതിൻ്റെ കൺട്രോളുണ്ട്. കയ്യിൽ ഉള്ള ഒരു വീല് കൺട്രോൾ ചെയ്തിട്ടോ അതല്ലെങ്കിൽ കാലിലുള്ള ഒരു പെഡൽ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ടിഗ് വെൽഡിങ്ങിൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇഫ് റിക്വയർഡ് ഫില്ലർ റോഡ് ഈസ് യൂസ്. അധികവും നമ്മൾ ഫില്ലർ റോഡ് ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് പ്രൊഡ്യൂസ് എ ഹൈ ക്വാളിറ്റി വെൽഡ് ഓഫ് മോസ്റ്റ് മെറ്റൽസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈ ക്വാളിറ്റി വെൽഡ് കിട്ടാൻ വേണ്ടിയിട്ടും വെൽഡ് ചെയ്യുന്ന ഭാഗം വളരെ തിന്നായിട്ട് കിട്ടുമെന്നുള്ളത് ടിഗ് വെൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിൽ ഫ്ലക്സുകൾ ഉപയോഗിക്കാറില്ല എന്നും പ്രത്യേകതയാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്. ഇൻ ടിഗ് വെൽഡിംഗ് ദ വെൽഡ് കോമ്പോസിഷൻ ഈസ് ക്ലോസ് ടു ദാറ്റ് ഓഫ് പാരമെറ്റൽ. അപ്പോൾ ഈ വെൽഡ് ചെയ്യുന്ന വെൽഡ് ചെയ്ത ഭാഗവും പാരൻ്റ് മെറ്റീരിയലും ഏകദേശം വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആയിരിക്കും. വെൽഡ് സ്ട്രക്ചർ ഈസ് ഹൈ ക്വാളിറ്റി. ഉയർന്ന ക്വാളിറ്റിയുള്ള വെൽഡിംഗ് സ്ട്രക്ചർ നമുക്ക് ലഭിക്കും. സ്ലാഗ് റിമൂവൽ ഈസ് നോട്ട് റിക്വയർഡ്. സ്ലാഗ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. തെർമൽ ഡിസ്റ്റോർഷൻ ഓഫ് വർക്ക് പീസ് ഈസ് മിനിമൽ ഡ്യൂ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ഹീറ്റ് ഇൻ ദ സ്മോൾ സോൺ. അതായത് തെർമൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടീൻ്റെ ചൂട് കാരണം ഉണ്ടാകുന്ന വർക്കിനുണ്ടാകുന്ന അപാകതകൾ അത് വളരെ കുറവായിരിക്കും. കാരണം വെൽഡിങ്ങിൻ്റെ ഹീറ്റ് സോണ് വളരെ കുറഞ്ഞ ഏരിയയിലായതുകൊണ്ട് തന്നെ നമുക്ക് തെർമൽ ഡിസ്റ്റോർഷൻ വളരെ കുറവായിരിക്കും. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്. ലോ വെൽഡിംഗ് റേറ്റ് വളരെ കുറവായിരിക്കും. ടിഗ് വെൽഡിംഗ് ഈസ് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. ചിലവ് കൂടുതലാണ്. ടിഗ് വെൽഡ് ഈസ് ഹൈലി സ്കിൽഡ് ഓപ്പറേറ്റർ ഈസ് റിക്വയർഡ്. ഹൈ സ്കില്ലായിട്ടുള്ള ഓപ്പറേറ്ററെ നമുക്ക് ആവശ്യമുണ്ടാകും. മാനുഫാക്ചറിങ് ടെക്നോളജിയുടെ മൊഡ്യൂൾ 3 വെൽഡിംഗ് എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, ടിഗ് വെൽഡിംഗ് തുടങ്ങിയിട്ടുള്ള ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിങ്ങിനെ കുറിച്ചാണ്. MIG വെൽഡിംഗ് ഈസ് എ ആർക്ക് വെൽഡിംഗ് പ്രോസസ്. MIG സ്റ്റാൻഡ്സ് ഫോർ മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്. MIG വെൽഡിംഗ് ഒരു ആർക്ക് വെൽഡിംഗ് പ്രോസസ്സാണ്. MIGൻ്റെ ഫുൾ ഫോം പറയുകയാണെന്ന് വെച്ചാൽ മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിങ്ങിനെയാണ് നമ്മൾ MIG വെൽഡിംഗ് എന്ന് പറയാം. MIG വെൽഡിങ്ങിനെ നമ്മൾ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്നും വിളിക്കാറുണ്ട്. അതുകൂടാതെ വയർ വെൽഡിംഗ് എന്നും വിളിക്കാറുണ്ട്.
In this welding, a thin wire acts as electrode which is fed from a spool mounted on a gun through a flexible tube which it comes out of the nozzle on the welding gun or torch. The wire is fed continuously when the trigger on the welding gun is pulled. An electric arc forms between the wire electrode and the workpiece and heat both metal above their melting point. These metal mix together and solidify to join the workpiece into a single piece. The metal in these parts to be joined called as the base metal. Here the metal that comes from the metal melting wire electrode is called filler metal. MIG welding uses filler metal to the joint because of the wire electrode melt as it's being used. These type of electrode called consumable electrodes. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഇനർട്ട് ഗ്യാസിൻ്റെ ഒരു വെൽഡിംഗ് ട്രാൻസ്ഫോർമർ ഉണ്ട്. അതുകൂടാതെ നമുക്കുള്ളത് ഒരു ഇലക്ട്രോഡ്, ഒരു റൗണ്ടുള്ള ഒരു സ്പൂൾ എന്ന് അതിന് പറയാം. അതിലേക്ക് ഇലക്ട്രോഡ് ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വയറ് പോലെ ഇതിനെ നമ്മൾ ചുറ്റി വെച്ചിരിക്കുകയാണ്. റീലായിട്ട് ഒരുപാട് ലെങ്ത്തിൽ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിൽ നിന്ന് നമുക്ക് ഈ വയറ്, അതാണ് ഇലക്ട്രോഡ് നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെൽഡിംഗ് ഗണ്ണിൻ്റെ ആ കേബിളിൻ്റെ ഉള്ളിൽ കൂടെ വെൽഡിംഗ് ഗണ്ണിൽ നിന്ന് പുറത്തേക്ക് വരും. അതേപോലെ തന്നെ വെൽഡിംഗ് ട്രാൻസ്ഫോർമറിൽ നിന്ന് ഒരു നെഗറ്റീവ് ടെർമിനൽ വർക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനർട്ട് ഗ്യാസും കൺസ്യൂമബിൾ ഇലക്ട്രോഡും അവിടെ വെൽഡിംഗ് ഗണ്ണിലേക്ക് കൊടുത്തിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസിൻ്റെ ഏകദേശം അതേ പ്രോസസ്സാണ്. പക്ഷേ ഇതിലൊരു വ്യത്യാസം, ഇതിൽ മറ്റേ ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിങ്ങിൽ ടങ്സ്റ്റൺ ആണ് ഇലക്ട്രോഡ്, അത് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ ഇലക്ട്രോഡ് വയറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇലക്ട്രോഡ് വരുന്നത് നമുക്ക് അതിൻ്റെ അളവ് എത്രമാത്രം സ്പീഡിൽ ആ വയറ് വരണം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ ഇനർട്ട് ഗ്യാസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് അതിൻ്റെ ഒരു ഇതുള്ളത്. ആ രണ്ട് റോളിൻ്റെ ഇടയിൽ കൂടെ ടോർച്ചിൻ്റെ സെൻട്രലായിട്ട് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ എന്ത് വരും? ബെയർ ഇലക്ട്രോഡ് എന്ന് പറയുക. ഇലക്ട്രോഡ് കോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ആ ബെയർ ഇലക്ട്രോഡ് വെൽഡിംഗ് ടോർച്ചിൻ്റെ സെൻട്രൽ കാണുന്ന ഭാഗത്തിൽ കൂടെ കയറി വരും. അതുകൂടാതെ ഒരു ഇനർട്ട് ഗ്യാസ് ആ ടോർച്ചിലേക്ക് സപ്ലൈ ചെയ്യും. ഇനർട്ട് ഗ്യാസ് നമ്മൾ അതിനെ വെൽഡിംഗ് പൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അവിടെ വെൽഡ് ചെയ്യുന്ന വെൽഡിംഗ് സോൺ നമുക്ക് കാണാം. ഒരു പവർ സോഴ്സ് കാണാം, ഒരു പോസിറ്റീവ് ടെർമിനൽ, ഒരു നെഗറ്റീവ് ടെർമിനലും നമുക്ക് കാണാം. ഇത് വേറൊരു ചിത്രമാണ്, കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഷീൽഡ് ഗ്യാസ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ വെൽഡിംഗ് റോഡ് ഇലക്ട്രോഡ് വരുന്നതായിട്ട് കാണാം. നമ്മൾ അതേപോലെ തന്നെ ഗ്യാസ് സപ്ലൈ ചെയ്തിട്ടുണ്ട്, വർക്ക് പീസ് കാണാം, വർക്ക് കണക്ട് ചെയ്ത് കാണാം, വെൽഡിംഗ് പൂള് കാണാം. അപ്പോൾ ഇവിടെ in arc metal inert gas welding process in which the weld is filled by external gas such as argon, helium, carbon dioxide or argon or oxygen. ഈ പറയുന്ന ഗ്യാസുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. It is having consumable electrode wire with the chemical composition similar to that the parent metal that is continuously fed from a spool to the arc zone. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് ഏത് മെറ്റീരിയലിലാണോ ഉപയോഗിക്കുന്നത് അതേ മെറ്റീരിയലിൻ്റെ വയറുകൾ ആണ് സാധാരണ ഉപയോഗിക്കുക. അത് സ്പൂൾ ആയിട്ടാണ്. സ്പൂൾ പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് വയറൊക്കെ ചുറ്റി കണ്ടുണ്ടാവും, അതേപോലെ ആയിരിക്കും കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ചുറ്റിയിട്ടുണ്ടാവുക. ദ arc heat and metal both the workpiece edges and the electrode wire. The fused electrode metal is supplied to the surface of the workpiece, fill the weld pool and form joint. ഈ ഇലക്ട്രോഡ് കത്തുകയും
അത് ആ ഇലക്ട്രോഡ് കത്തും ചെയ്യും, വർക്ക് പീസിൻ്റെ അവിടെ ഒരു വെൽഡിംഗ് പൂൾ ഉണ്ടാവുകയും ചെയ്യും. രണ്ടും കൂടെ ഒരു വെൽഡിംഗ് പൂൾ ഉണ്ടായി അത് സോൾഡിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ജോയിൻ്റ് ഉണ്ടാകുന്നത്. ഡ്യൂ ടു ദ ഓട്ടോമാറ്റിക് ഫീഡിംഗ് ഓഫ് ഫില്ലിംഗ് വയർ ദ പ്രോസസ് ഈസ് റെഫേർഡ് ടു എ സെമി ഓട്ടോമാറ്റിക്. ഇതൊരു സെമി ഓട്ടോമാറ്റിക് പ്രോസസ്സാണെന്ന് പറയാം. ഓപ്പറേറ്റർ ക്യാൻ കൺട്രോൾ ഓൺലി ദ ടോർച്ച് പൊസിഷനിങ് ഓൺ ദ സ്പീഡ്. നമുക്ക് വയറ്, അതേമാതിരി കറണ്ട്, ഗ്യാസ് തുടങ്ങിയുള്ളതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഓപ്പറേറ്ററുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോർച്ച് കറക്റ്റ് സ്പീഡിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഓപ്പറേറ്ററുടെ ഫങ്ഷൻ. അഡ്വാൻറ്റേജസ് ഓഫ് MIG വെൽഡിംഗ്: ദ കണ്ടിന്യൂസ് വെൽഡ് മേ ബി പ്രൊഡ്യൂസ്, നോ ഇൻട്രപ്ഷൻ, തുടർച്ചയായ വെൽഡിംഗ് കിട്ടും. ഹൈ ലെവൽ ഓഫ് ഓപ്പറേറ്റർ സ്കിൽ ഈസ് നോട്ട് റിക്വയർഡ്, സ്കില്ലായ ഓപ്പറേറ്റർ ആവശ്യമില്ല. സ്ലാഗ് റിമൂവൽ ഈസ് നോട്ട് റിക്വയർഡ്, സ്ലാഗ് മാറ്റേണ്ട ആവശ്യമില്ല. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് MIG വെൽഡിംഗ്: എക്സ്പെൻസീവ്, നമ്മൾ എക്സ്പെൻസീവ് ആണ്. നോൺ പോർട്ടബിൾ എക്യുപ്മെൻറ്റ് ഈസ് റിക്വയർഡ്, നമ്മൾ എക്സ്പെൻസീവ് ആണ്, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഔട്ട്ഡോർ അപ്ലിക്കേഷൻ ലിമിറ്റഡ് ആണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ വിൻഡ്, അതേമാതിരി ഷീൽഡിങ് ഗ്യാസൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഔട്ട്ഡോർ വർക്കിന് അത്ര സൂട്ടബിൾ അല്ല. ഇത്രയുമാണ് നമുക്ക് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഉള്ളത്. ഇരുപത്തിരണ്ട് മാനുഫാക്ചറിങ് ടെക്നോളജിയിലെ മൊഡ്യൂൾ 3 വെൽഡിംഗ് എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സമ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന എന്ന ഒരു ടോപ്പിക്കാണ്. സമ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് ഈസ് എ വെൽഡിംഗ് പ്രോസസ് വേർ ദ tubular electrode is fed continuously to join two metals by generating heat between electrode and metal. ഇവിടെ വെൽഡിംഗ് പ്രോസസ്സ് നടക്കുന്നത് ഒരു ട്യൂബ് ഇലക്ട്രോഡ് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ഇലക്ട്രോഡായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ദ ഏരിയ ഓഫ് ആർക്ക് ആൻഡ് മോൾട്ടൺ സോൺ ഗെറ്റ് ഇറ്റ്സ് പ്രൊട്ടക്ഷൻ ഫ്രം ദ atmospheric contamination by submerging under a blanket of granular flux. The flux layer covers the area completely, preventing splatter, spark, fumes and ultraviolet radiation. ഇവിടെ നമ്മൾ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഗ്രാനുലർ, അതായത് ഗോതമ്പ് മണി പോലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്ലക്സ് ആണ്. ഇതിൽ പ്രത്യേകമായ ഒരു ഫ്ലക്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഒരു പുതപ്പ് പോലെ ഒരു കവർ വെൽഡിങ്ങിൻ്റെ ആ സോണിനെ കവർ ചെയ്ത് ഇതിൻ്റെ സ്പാർക്ക്, ഇതിന് പുറത്തേക്ക് വരുന്ന ഫ്യൂമ്, അൾട്രാവയലറ്റ് റേഡിയേഷൻ തുടങ്ങിയവ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ ഓപ്പറേറ്റർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇതിൽ പുറത്തേക്കുള്ള സ്പാർക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആർക്ക് ഫോർമേഷൻ ബിറ്റ്വീൻ ദ വയർ ഇലക്ട്രോഡ് ആൻഡ് വർക്ക് പീസ് ഹാപ്പൻ as the MIG welding process, but this process is additional advantages of shielding by granular flux, making the shield submerged arc welding as spatter, fumes and ultra light free. The equipment has the following in its inventory. ഇവിടെ നമുക്ക് ഏകദേശം മിൽ വെൽഡിങ്ങിന് ചെറിയ ഒരു സാമ്യമുണ്ട്. ഒരു കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഇതിലേക്ക് ഫീഡ് ചെയ്യുന്നുണ്ടാവും. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലക്സ്, ഒരു ഗ്രാനുലർ ആയിട്ടുള്ള ഒരു ഫ്ലക്സ് ഇതിലേക്ക് സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്. സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ DC-യോ AC-യോ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനൊരു പവർ സോഴ്സ് ഉണ്ടായിരിക്കും, ഒരു വെൽഡിംഗ് ടോർച്ച് അല്ലെങ്കിൽ ഗണ്ണ്, അതേമാതിരി കേബിൾ അസംബ്ലി, ഫ്ലക്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടി, അതായത് ഗ്രാനുലർ ആയിട്ടുള്ള ഫ്ലക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലക്സ് ഹോപ്പറും, അതിലേക്ക് ഈ വെൽഡിംഗ് സോണിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീഡ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഉണ്ടായിരിക്കും. ഇതാണ് നമുക്ക് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു ഉദാഹരണമായിട്ടുള്ളത്. ഇവിടെ നമുക്ക് MIG വെൽഡിംഗ് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ബയർ ഇലക്ട്രോഡ് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കും.
ഇവിടേക്ക് ഒരു ഹോപ്പറും അതേമാതിരി വെൽഡിംഗ് സോണിലേക്ക് ഗ്രാനുലറായിട്ടുള്ള ഫ്ലക്സ് സപ്ലൈ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കും. അഡീഷണലായിട്ട് ഫ്ലക്സ് ഉപയോഗിക്കാറില്ല, ഇനർട്ട് ഗ്യാസുകൾ ഉപയോഗിക്കാറില്ല. ഈ വെൽഡ് ചെയ്യുന്ന സോണ് നമുക്ക് ഈ ഗ്രാനുലറായിട്ടുള്ള ഫ്ലക്സാണ് ഇവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രത്യേകത. AC കറൻറ്റോ DC കറൻറ്റോ ഇവിടെ ഈ പറയുന്ന ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് അവിടെ ഇതിൻ്റെ വേറൊരു ചിത്രം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പവർ സോഴ്സ് കാണാം. അവിടെ എല്ലാ പ്രാവശ്യത്തെ പോലെ ACയോ DCയോ ഉണ്ടാവും. ആനോഡ് കാഥോഡ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ഇലക്ട്രോഡ് വയർ അവിടെ ചുറ്റി വച്ചിരിക്കുന്നത് കാണാം. ആ ചുറ്റി വച്ചിരിക്കുന്ന ഇലക്ട്രോഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റം അവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് കൂടെയാണ് നമ്മൾ ഇത് വരുന്നത്. അതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇലക്ട്രോഡ് വയർ വെൽഡ് ചെയ്യുന്ന സോണിലേക്ക് വരുന്നത്. അതുകൂടാതെ ഒരു ഹോപ്പർ എന്ന് പറയുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. ഹോപ്പർ എന്ന് പറഞ്ഞാൽ ഈ ഇതിലേക്ക് കൊടുക്കുന്ന ഫ്ലക്സ്, ഗ്രാനുലറായിട്ടുള്ള ഫ്ലക്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ്. ആ ഫ്ലക്സിന് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് വെൽഡിംഗ് സോണിലേക്ക് കൊടുക്കാനുള്ള ഒരു കണക്ഷനും കാണാം. അത് നമുക്ക് അതിൻ്റെ വരാനുള്ള ഫ്ലക്സിൻ്റെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും.